നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി പരക്കുന്ന ഒരു ചിത്രവും അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റുമുണ്ട്. പലതരത്തിലുള്ള പോസ്റ്റുകളാണ്. ആ ചിത്രം വളരെ ഭംഗിയുള്ള ഒരു യുവതിയും അവളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞും അവർ രണ്ടുപേരും വെള്ളത്തിൽ കിടക്കുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രം വെച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു: മരണത്തെ തോൽപ്പിച്ച മാതൃത്വം, പ്രാണൻ പോകുമ്പോഴും വിടാതെ ആ കൈകൾ, അമ്മയ്ക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, ഓളം തല്ലുന്ന ജലപ്പരപ്പിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ തൻ്റെ ശ്വാസം നിലച്ചാലും നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ നെഞ്ചിടിപ്പ് നിലയ്ക്കരുതെന്ന് അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. മധ്യപ്രദേശിലെ ബർഗി ഡാമിലെ കണ്ണീരാഴ്ത്തിയ ആ കാഴ്ച വെറുമൊരു വാർത്തയല്ല. ലോകത്തുള്ള സകല അമ്മമാരുടെയും സ്നേഹത്തിൻ്റെ ആഴമളക്കുന്ന നീറുന്ന നോവാണ്. നെഞ്ചോട് ചേർത്ത് വെച്ച നിധി രക്ഷാപ്രവർത്തകർ വെള്ളത്തിനിടയിൽ നിന്ന് അമ്മയെയും കുഞ്ഞിനെയും കണ്ടെടുത്തപ്പോൾ കണ്ട കാഴ്ച കണ്ടു നിന്നവരുടെ ഉള്ളിലേക്കുന്നതായിരുന്നു. ജീവൻ വെടിഞ്ഞിട്ടും തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ കൈകൾ അയഞ്ഞിരുന്നില്ല. താൻ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റിനുള്ളിൽ ആ കുഞ്ഞിനെ ഒരു സുരക്ഷാ കവചമെന്ന പോലെ പൊതിഞ്ഞു പിടിച്ച് മരണത്തിൻ്റെ ഇരുട്ടിലും ഒരു കാവൽ വിളക്കായി അമ്മ നിന്നു. അമ്മയെന്ന ഒരേ ഒരു ലോകം ലൈഫ് ജാക്കറ്റിന്റെ സഹായത്തോടെ അമ്മയ്ക്ക് നീന്തിക്കയറാമായിരുന്നു. പക്ഷെ തൻ്റെ കുഞ്ഞില്ലാത്തൊരു തീരത്ത് കയറിപ്പോകുന്നതിനേക്കാൾ അവനൊപ്പം ആഴക്കടലിലേക്ക് മറയാൻ ആ മനം കൊതിച്ചിട്ടുണ്ടാകണം. പ്രാണൻ വെടിയുമ്പോഴും തൻ്റെ കയ്യിലിരുന്ന നിധിയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ആ അമ്മ ചേർത്ത് പിടിച്ചു. മരണത്തിൻ്റെ കൊടും തണുപ്പിലും ആ കുഞ്ഞിന് തൻ്റെ അമ്മയുടെ മാറിൽ ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ലോകത്തോട് വിട പറയുമ്പോഴും അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. അമ്മയുടെ പ്രണയത്താൽ പൊതിയപ്പെട്ടതായിരുന്നു. അണയാത്ത സ്നേഹത്തിന് പ്രണാമം. യാത്രകൾ അവസാനിക്കുന്നത് പലപ്പോഴും തീരങ്ങളിലാണെങ്കിൽ ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും യാത്ര അവസാനിച്ചത് ദൈവത്തിൻ്റെ മടിത്തട്ടിലാണ്. സ്വന്തം ജീവൻ ബലി കഴിച്ച് കുഞ്ഞിനെ കാത്ത ആ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ വാക്കുകൾ നിശബ്ദമാകുന്നു. മരണത്തിന് പോലും വേർപെടുത്താനാകാത്ത ഈ മാതൃസ്നേഹത്തിന് മുന്നിൽ കണ്ണീരോടെ പ്രണാമം. അമ്മ അമ്മയാണ്. അമ്മ നൽകുന്ന സ്നേഹം പോലെ ദൈവത്തിന് മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. ഈ പോസ്റ്റുകളും സമാനമായ പോസ്റ്റുകളും ഈ ചിത്രം സഹിതം വൈറലായി. എന്നാൽ ഏറെ വൈകാതെ ഇത് വ്യാജമാണ് എന്ന തരത്തിലുള്ള മറുപ്രചരണവും ശക്തമായി. വാസ്തവത്തിൽ ഇത് ഭാഗികമായ ഒരു സത്യമാണ്. നമ്മുടെ മുമ്പിൽ കാണിച്ചതും പ്രചരിപ്പിച്ചതും പ്രചരിച്ചതുമായ ആ ചുവപ്പിന്റെ പശ്ചാത്തലത്തിൽ വെള്ളത്തിൽ കിടക്കുന്ന ചിത്രവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പോസ്റ്റും വ്യാജം തന്നെയാണ്. അത് വ്യാജമാണ് എന്ന് ജബൽപൂർ ജില്ലാ കളക്ടർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവുകയും ചെയ്തു. മധ്യപ്രദേശിലെ ജബൽപൂരിലെ ബർഗി ഡാമിലാണ് ഒരു ബോട്ട് അപകടം ഉണ്ടാവുന്നത്. ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് മുങ്ങുകയായിരുന്നു. ഏതാണ്ട് 8-9 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. നിരവധി പേരെ ജീവനോടെ രക്ഷിച്ചു. ലൈഫ് ജാക്കറ്റ് ധരിച്ചവർ എങ്ങനെ മരിക്കും എന്ന ചോദ്യം ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ട ആ ചിത്രം അപ്രസക്തമാണ്. വെള്ളത്തിലേക്ക് വീണുപോയാൽ ലൈഫ് ജാക്കറ്റ് ഇട്ട ഒരാൾക്ക് മരിക്കാൻ കഴിയില്ല. കാരണം അയാൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അയാളെ രക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. ആ ബോട്ട് അപകടത്തിൽപ്പെട്ട നിരവധി പേർ രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ അതിശയോക്തി കലർന്നതാണ് എന്ന് ഭാഗമുണ്ട്. അതേസമയം നമ്മൾ പരിശോധിച്ചാൽ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പത്രങ്ങളിൽ ഈ വാർത്ത ശരിയാണ് എന്ന തരത്തിൽ വാർത്തകൾ കാണാം. എന്ന് വെച്ചാൽ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെയാണ്. ആ മാധ്യമങ്ങളൊക്കെ ഈ ചിത്രമല്ല കൊടുത്തിരുന്നത്, മറ്റൊരു ചിത്രമായിരുന്നു. ആ ചിത്രം കാണിച്ചുകൊണ്ട് അവർ ഇങ്ങനൊരു അപകടമുണ്ടായി, അമ്മയും കുഞ്ഞിനെയും രക്ഷിച്ചെടുത്തതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇതേ മാധ്യമങ്ങൾ തന്നെ പിന്നീട് ആ വാർത്ത വ്യാജമാണെന്നും ഇത് AI നിർമ്മിത ചിത്രമാണെന്നും അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി. ജില്ലാ കളക്ടറും ഇത് AI നിർമ്മിത ചിത്രമാണെന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്ന ആ ചുവന്ന പശ്ചാത്തലമുള്ള യുവതിയും മകനും ഫേക്കാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് AI വഴി രൂപപ്പെടുത്തിയെടുത്ത ഇമേജാണ്. ഇന്നത്തെ കാലത്ത് നിർമ്മിതി ബുദ്ധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം സഹതാപാർഹമായ കഥകൾ പലതും സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്നത് പതിവാണ്. പ്രത്യേകിച്ച് എവിടെയെങ്കിലും അപകടമുണ്ടായാൽ വൈറലാവാൻ ആഗ്രഹിക്കുന്നവർ അതിനോടനുബന്ധിച്ച് ചില ദൃശ്യങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം, ഒരു വ്യക്തിയെ അതേപടി തന്നെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും. മലയാളികൾക്കിടയിലും ഇത്തരം ചില ദുഃഖ കഥകൾ പ്രചരിക്കാറുണ്ട്. ആർക്കും സഹതാപം തോന്നുന്ന വിധത്തിലുള്ള പല കഥകളും ആളുകൾ എഴുതിയുണ്ടാക്കുകയും അതിനുവേണ്ടി അതിനെ പറ്റിയ കഥാപാത്രങ്ങളെ അവർ നിർമ്മിതി ബുദ്ധിയിലൂടെ സൃഷ്ടിക്കുകയും ചെയ്യും. എന്നിട്ട് ഇത് വൈറലാക്കി ഒരുതരം ആനന്ദം അനുഭവിക്കുന്നവർ ഏറെയാണ്. അത്തരമൊരു ആനന്ദ കഥയായി ഇതിനെ വ്യാഖ്യാനിക്കാം. അപ്പോഴും ഉയരുന്ന മറ്റൊരു വിഷയം, ഇത് പ്രധാനപ്പെട്ട പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്തടിസ്ഥാനത്തിലാണ് എന്നതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കാണാം. അവിടെ ഒരു അമ്മയെയും കുഞ്ഞിനെയും രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തും കാണാം. ആ സംഭവത്തിലെ കഥാപാത്രങ്ങളായിരിക്കില്ല ഇപ്പോൾ വൈറലായി പരക്കുന്നത്. ജബൽപൂർ ജില്ലാ കളക്ടറുടെ വിശദീകരണം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വേണം വിശ്വസിക്കാൻ.
അതേസമയം അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടും രണ്ട് സംഭവമായി വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ഈ പ്രചരിക്കുന്ന അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം വ്യാജമാണ്, അത് വാസ്തവമല്ല. സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ചിത്രം വ്യാജം തന്നെയാണ്.